സുർജിത്ത് ഇപ്പോൾ തുടരുന്നു. സുർജിത്ത്, അവരിനി ഉരുൾപൊട്ടി എന്നവർക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പാവങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഒരു വലിയ ഉരുൾപൊട്ടലും അതിന്റെ മഹാദുരന്തങ്ങളുടെ ഓർമ്മകൾ പേറുന്നവരാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ചേച്ചി അടക്കമുള്ളവർ. ഇപ്പൊ തന്നെ അവിടെ 12 കുടുംബമുണ്ട്, കാലിന് വയ്യാത്ത ആദിവാസികൾ. ആ കൊണ്ടുവരാനുള്ള കാര്യങ്ങളും ഡീസന്റ് ആയിട്ടുള്ള പരിപാടി ചെയ്യേണ്ടി. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് 5 ആള് പോയി. നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി. ഇവരെന്താ പറഞ്ഞത്? തരില്ല എന്ന് പറഞ്ഞു സാറേ. ഇവർ തരില്ല എന്ന് പറയുന്നത്. നമ്മളെ തറവാട് പോയി, 5 ആള് പോയി, ഇന്നത് പോയി. ഒരു സംഭവത്തില്ല ഇവിടെ വേറിരിച്ചിട്ട് കാണണ്ടേ. ഞങ്ങൾ ഇന്ന് പണിക്ക് പോയതാണ്. രാവിലെ മഴ ഉണ്ടായി, എന്നാലും ഞങ്ങൾ പണിക്ക് പോയി. അവിടെ മുണ്ടക്കായിൽ നല്ല മഴ. ഞങ്ങൾക്ക് ഇന്ന് മുണ്ടക്കായിലായിരുന്നു പണി. ഞങ്ങൾ എങ്ങനെ പോവാണ്ടിരിക്കുക പണിക്ക്? ഞങ്ങൾക്ക് 9,000 പോലും കയറിയിട്ടില്ല. കണ്ട മഴ പെയ്താൽ ഞങ്ങളെ അവസ്ഥ കണ്ടില്ല. ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പണിയില്ല. ഞങ്ങൾക്ക് പൈസ 9,000 തരേണ്ടി വരും, അതുപോലും തന്നിട്ടില്ല നമ്മൾക്ക്. ഇവിടെ ഹാഷ്മി, ഇവിടെ പോലീസുമായി ചെറിയ തർക്കം നാട്ടുകാർ ഉണ്ട്. ഒരു ഭാഗത്ത് നാട്ടുകാർ ഇങ്ങനെ നിന്നുകൊണ്ട് തർക്കമുണ്ട്. അതായത് അവർക്ക് ഈ ഇതടക്കം, അതായത് അവിടെ പോലീസുകാരുമായി തർക്കമാണ്. ഇപ്പൊ നേരത്തെ പോലീസുമായി അവർ പറയുന്ന അല്ല സുർജിത്തെ, ഈ മേഖലയിലൊക്കെ ആൾക്കാർ പണിക്ക് പോയിട്ടുണ്ടെന്ന് പറയുക. അപ്പോൾ നമ്മളോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് അവിടെ പെട്ടുകിടക്കുന്ന കാര്യം പറയുകയാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ പണിക്ക് പോയവർക്ക് സുരക്ഷിതമാണോ? അവർ എന്തുകൊണ്ട് പണിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ആ ചേച്ചി ഇപ്പോൾ പറഞ്ഞത്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ നാട്ടുകാർ എന്നുള്ളതാണ്. ശരിക്കും പണിയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ദിവസങ്ങളായി പണിയില്ലാതെ. ആ 9,000 കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ ഇത്ര റിസ്ക് എടുത്ത് പണിക്ക് പോകൂലായിരുന്നു. ഭയങ്കര അവസ്ഥ. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ആരും തിരിഞ്ഞു വരെ നോക്കുന്നില്ല. ആ നിത്യവേതനം എന്നുള്ള 300 രൂപ പോലും ഇവർ സർക്കാർ കൊടുക്കാൻ തയ്യാറല്ല. ഇവിടെ ഞങ്ങളെല്ലാവരും പാലത്തിൽ കയറി നിൽക്കാൻ പോകുക. പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് ഇനി ജീവിക്കൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട ജനങ്ങൾ പണിക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവർ പണിക്ക് പോകില്ല. ഈ ശക്തമായ മഴ കൊണ്ടിട്ട് ഇവർ പണിക്ക് പോകുന്നതുകൊണ്ടാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യം കൊടുക്കാത്തവരെ കൊടുത്തിട്ട് പണിക്ക് പോകില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ സർക്കാർ? അതാണ് പറഞ്ഞത്. ഇവർക്ക് എത്ര ജനങ്ങളെ ബുദ്ധിമുട്ടെന്ന് അറിയോ? ഇപ്പൊ 900 കണ്ടിലുണ്ട് പാവപ്പെട്ട കുറെ വണ്ടിക്കാർ അവിടെ ഓടുന്നുണ്ട് ആ മലന്റെ മുകളിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അടവ്, ടാക്സ്, കാര്യങ്ങൾ, കുന്തങ്ങൾ, ഒരുപാട് ഇതുള്ളത് അവർക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനങ്ങൾ നിലവില് മുണ്ടക്കയിൽ ഇപ്പൊ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ പറഞ്ഞത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ തൊഴിലിന് പോയ ആൾക്കാരാ. ഈ നീലിക്കാപ്പിലും മാട്രക്കുന്നിലും ഒക്കെ ഉള്ള ആളുകളാണ് അവിടെ പോയിട്ടുള്ളത്. ഈ ആളുകൾക്കാണ് 9,000 രൂപ ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത്. സർക്കാർ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് ആ സാധുക്കൾ പട്ടിണി കിടന്നിട്ടാണ് ഇപ്പൊ പണിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 1026 വീടുകൾ ഓഫർ ചെയ്താണ് സന്നദ്ധ സംഘടനകൾ. ആരുടെ ഔദാര്യം ഈ പാവപ്പെട്ടവർ ചോദിച്ചിട്ടില്ല. ഇവർക്ക് കൊടുക്കാനുള്ള ആ വീട് കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ റെഡിയുള്ള ആൾക്കാരാ. ഇങ്ങനെ ഓരോ മഴക്കാലത്തും ഇതുപോലെ ദുരിതം വരിക. ഇപ്പം മണിക്കൂറുകളായി ഈ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ റവന്യൂന്റെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം. ഇതാണ് നിലവിലുള്ള ഇവിടുത്തെ അവസ്ഥ. എന്തായാലും വലിയ തർക്കം, പോലീസുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തർക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേച്ചി, കുറെ പേര് അവിടെ കുടിക്കണം. ഇല്ല, ഞങ്ങൾ വന്നു, കുഴപ്പമില്ല. എന്തായാലും അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിഷേധത്തിനകത്തൊരു കാര്യമുണ്ട്. ഉരുൾപൊട്ടലുണ്ടായിട്ട് അധികം നാളാവാത്ത 2 പ്രാവശ്യമായി എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളിവിടെ. വീടില്ല, പറമ്പില്ല, 9,000 ഇല്ല, എവിടെയില്ല, ഒരിതില്ല. എല്ലാവരും സർക്കാർ ഒക്കെ വരിക. 1 വർഷമായി. എവിടെ പോകാനാ ഞങ്ങളിവിടെ ജീവിക്കണം? ഞങ്ങൾ രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. വേർതിരിക്ക. എത്ര സ്ഥലത്ത് കയറണം? എവിടേക്ക് പോകാനാ പറ്റി? ഏതിലേക്കാ ഞങ്ങളെ മാറ്റാൻ വരും? എവിടെ മാറ്റാനാ പറ്റി? ഞങ്ങള് എല്ലാം നഷ്ടപ്പെട്ടാ ഞങ്ങളിവിടെ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ എത്ര ചാനല്, എത്ര ഇതില്, എത്ര ഓഫീസ്, എത്ര കലക്ടർ, എത്ര മന്ത്രിമാര് എല്ലാം കയറി ഇറങ്ങി. ഒരു വീട് എത്ര പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇല്ലാത്ത ആൾക്കാർ വാരി കൂട്ടുക. ഈ പാവപ്പെട്ട ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. എവിടെ പോകാനാ? ഇതാ കടണ്ട്, വീടുണ്ട്, ഒക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക്. എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഇന്ന് വരെ ഒരു പൈസ പോലും കിട്ടിയില്ല. എന്തായാലും ഇങ്ങനെ വൈകാരിക 83 ഇവിടെ പൊട്ടി. അന്ന് കസ്തൂരിരംഗൻ പറഞ്ഞതാണ് ഈ വില്ലേജിൽ നിന്ന് മുഴുവൻ ആളുകളെ മാറ്റണമെന്ന് അന്ന് പറഞ്ഞതാണ്. 1984 റാണിമല പൊട്ടിയപ്പോൾ അന്ന് പഠനം നടത്തിയിട്ട് പറഞ്ഞതാണ് ഈ വില്ലേജിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് മുഴുവൻ ആളുകളെയും ഇവിടുന്ന് മാറ്റണമെന്ന്.
ഇവിടെ ഞങ്ങൾ കിടന്ന് നരയിക്കുകയാണ് ഇവിടെ കാര്യം പറഞ്ഞാൽ. ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ആളുകൾ പ്രതിഷേധിക്കാനുള്ള കാരണം അവർക്ക് പലർക്കും ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാക്കിയിട്ടില്ല, അതായത് പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത പ്രദേശം, അതായത് ജോൺ മത്തായി കമ്മീഷൻ മാർക്ക് ചെയ്ത പ്രദേശത്തിന്റെ അപ്പുറത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. ആ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജീവനോപാധി നൽകണം, അതായത് പണമില്ലാത്ത ഒരവസ്ഥയുണ്ട് ആളുകളെ സംബന്ധിച്ച്, കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ആ പണം നൽകാനുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കണം, ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണം എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് നാട്ടുകാർ ഉൾപ്പെടെ എത്തിയത്. അവർ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല ഈ വേലിപ്പാലത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ആരെയും കടത്തുന്നില്ല. അപ്പുറത്തുള്ള ആളുകൾ, അതായത് മുണ്ടക്കൈ അട്ടമല പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് മാറ്റി ഒഴിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ സുരക്ഷിതമായ സാഹചര്യമാണ്, അപകടകരമായ അവസ്ഥയില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ പറയുന്ന കാര്യം.